ജയിക്കാൻ വെറുമൊരു സൈനിക യൂണിഫോം മാത്രം പോരാ. അതിന് രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം കൂടി വേണം. 2003 കൊടും തണുപ്പുള്ള ഒരു മഞ്ഞുകാലം. ജമ്മു കാശ്മീരിലെ പൂഞ്ച് മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 13,000 അടി ഉയരത്തിലുള്ള ഹിൽ കാക്ക എന്ന പ്രദേശം. ഇന്ത്യൻ സൈന്യത്തിന് പോലും എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ആ ദുർഘടമായ മഞ്ഞുമലകൾക്കുള്ളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നൂറുകണക്കിന് കൊടും ഭീകരർ താവളമുറപ്പിച്ചിരുന്നു. അത്യാധുനിക ആയുധങ്ങളുമായി കോൺക്രീറ്റ് ബങ്കറുകൾ പണിത് അവർ ആ മലനിരകളെ തങ്ങളുടെ ഒരു വലിയ കോട്ടയാക്കി മാറ്റി. ഇന്ത്യൻ സൈന്യത്തിന് ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. അവിടെയാണ് ഇന്ത്യൻ സൈന്യത്തിന് വഴികാട്ടിയായി ഒരു സാധാരണക്കാരൻ കടന്നുവരുന്നത്. താഹിർ ഫസൽ എന്നൊരു ഗുജ്ജാർ യുവാവ്. എന്നാൽ അയാൾ വന്നത് വെറുമൊരു വഴികാട്ടിയായല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ വേഷം ധരിച്ച് തോക്കേന്തി ഒരു യഥാർത്ഥ പോരാളിയായിട്ടാണ്. ഭീകരരുടെ പിടിയിലകപ്പെട്ട് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റിട്ടും സ്വന്തം രാജ്യത്തെയും സൈന്യത്തെയും ഒറ്റിക്കൊടുക്കാത്ത ആ ധീരൻ ഇന്ത്യൻ സൈന്യത്തെ ഭീകരരുടെ നെഞ്ചിലേക്ക് നയിച്ച് 60-ലധികം തീവ്രവാദികളെയാണ് വെടിവെച്ചു കൊന്നത്. സ്വന്തമായ ഒരു സൈനിക യൂണിഫോമോ റെജിമെന്റോ ഇല്ലാതിരുന്നിട്ടും ഇന്ത്യയുടെ പരമോന്നത ബഹുമതികൾക്ക് അർഹനായ താഹിർ ഫസൽ എന്ന ആ കാശ്മീരി യുവാവിന്റെ ആരും പറയാത്ത യഥാർത്ഥ പോരാട്ട ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. വെൽക്കം ബാക്ക് ടു ട്രീ ഷെയ്ഡ് സ്റ്റോറീസ്. കാശ്മീരിലെ പിർപ്പാഞ്ചൽ മലനിരകളുടെ ഭാഗമാണ് പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ട് എന്ന പ്രദേശം. ഇവിടെയുള്ള വളരെ ദുർഘടമായ ഒരു മലഞ്ചെരിവാണ് ഹിൽ കാക്ക. തണുപ്പുകാലമായാൽ ഈ പ്രദേശം മുഴുവൻ വലിയ മഞ്ഞുമലകളായി മാറും. ഈ സമയത്ത് ഇവിടത്തെ നാടോടികളായ ഗുജ്ജാർ, ബഗർവാൾ വിഭാഗത്തിൽപ്പെട്ട ആട്ടിടയന്മാർ തങ്ങളുടെ മൃഗങ്ങളുമായി താഴേക്കിറങ്ങും. 2003 ശൈത്യകാലത്ത് ഈ പ്രദേശത്തെ മഞ്ഞുമലകൾക്കിടയിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളിലെ 300-ലധികം തീവ്രവാദികൾ ഹിൽകാക്കയിൽ വലിയൊരു താവളം നിർമ്മിച്ചു. 100 കണക്കിന് ഗുഹകളും വലിയ ബങ്കറുകളും പണിത് ഒരു മിനി പാകിസ്ഥാൻ തന്നെ അവർ അവിടെ സൃഷ്ടിച്ചു. താഴെയുള്ള ഗുജ്ജാർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവർ സാധാരണക്കാരെ ഉപദ്രവിക്കുവാനും ഭീഷണിപ്പെടുത്തി ഭക്ഷണവും മറ്റും തട്ടിയെടുക്കാനും തുടങ്ങി. എതിർക്കുന്നവരെ അവർ അതിക്രൂരമായി കൊലപ്പെടുത്തി. തന്റെ നാട്ടുകാരെയും കുടുംബത്തെയും ഭീകരർ വേട്ടയാടുന്നത് കണ്ടു നിൽക്കാൻ താഹിർ ഫസൽ എന്ന ആ ചെറുപ്പക്കാരന് കഴിഞ്ഞില്ല. ഒരു സാധാരണ യുവാവായിരുന്ന അദ്ദേഹം നേരെ പോയത് ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പിലേക്കാണ്. ഹിൽ കാക്കയിലെ ഭീകരരുടെ താവളങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം സൈന്യത്തിന് നൽകി. എന്നാൽ ഒരു വിവരം നൽകി അവിടെ നിന്നും സുരക്ഷിതമായി മടങ്ങാൻ താഹിർ തയ്യാറായിരുന്നില്ല. ഭീകരരെ തുരത്താൻ താനും സൈന്യത്തിനൊപ്പം വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സൈന്യം അദ്ദേഹത്തിന്റെ ധൈര്യം സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സാധാരണക്കാരനായ താഹിറിന് സൈന്യം തങ്ങളുടെ യൂണിഫോം നൽകി, കയ്യിലൊരു തോക്കും നൽകി. വെറുമൊരു വഴികാട്ടിയായല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും മുന്നിൽ നടക്കുന്ന ഒരു പോരാളിയായി താഹിർ ഫസൽ മാറി. അങ്ങനെ ഇന്ത്യൻ സൈന്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിലൊന്നായ ഓപ്പറേഷൻ സർപ്പ് വിനാശ് ആരംഭിച്ചു. ദുർഘടമായ ആ മഞ്ഞുമലകളിലൂടെ കൊടും തണുപ്പിനെ വകവയ്ക്കാതെ താഹിർ ഇന്ത്യൻ സൈന്യത്തെ സുരക്ഷിതമായി ഭീകരരുടെ താവളത്തിന് തൊട്ടടുത്തെത്തിച്ചു. എന്നാൽ ഒരു ഏറ്റുമുട്ടലിനിടയിൽ താഹിർ ഭീകരരുടെ പിടിയിലായി. അവർ അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ ഒറ്റിക്കൊടുക്കാനും സൈന്യത്തെ തെറ്റായ വഴിയിലൂടെ നയിക്കാനും അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എങ്കിൽ നിനക്ക് ജീവനും പണവും നൽകാമെന്ന് അവർ പ്രലോഭിപ്പിച്ചു. എന്നാൽ തന്റെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ആ ഗുജ്ജാർ യുവാവ് തയ്യാറായിരുന്നില്ല. ചോരയൊലിപ്പിച്ച് അവശനായി കിടന്ന അദ്ദേഹം ഭീകരരുടെ കണ്ണ് വെട്ടിച്ച് അതിസാഹസികമായി ആ തടവിൽ നിന്നും രക്ഷപ്പെട്ടു. തിരികെ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം ചേർന്ന താഹിർ താൻ നേരിട്ട് കണ്ട ഭീകരരുടെ ബങ്കറുകളുടെ കൃത്യമായ ലൊക്കേഷൻ സൈന്യത്തിന് കൈമാറി. തുടർന്ന് നടന്നത് ഹിൽ കാക്കയിലെ മഞ്ഞുമലകളെ ചുവപ്പിക്കുന്ന വലിയൊരു യുദ്ധമായിരുന്നു. ഹെലികോപ്റ്ററുകളുടെയും പീരങ്കികളുടെയും സഹായത്തോടെ ഇന്ത്യൻ സൈന്യം
ഭീകരരുടെ താവളങ്ങൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞു. ദിവസങ്ങൾ നീണ്ടുനിന്ന ആ പോരാട്ടത്തിൽ 60-ലധികം കൊടും ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഭീകരരുടെ ഏറ്റവും വലിയൊരു താവളം എന്നേക്കുമായി ഇല്ലാതായി. ഈ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ ശക്തി താഹിർ ഫസൽ നൽകിയ കൃത്യമായ വിവരങ്ങളും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യവുമായിരുന്നു. യുദ്ധം കഴിഞ്ഞു. ഇന്ത്യ വലിയൊരു വിജയം നേടി. എന്നാൽ താഹിറിന്റെ ജീവിതം അതോടെ പൂർണ്ണമായും മാറിമറിഞ്ഞു. പാകിസ്ഥാൻ ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് താഹിർ ഫസലിന്റേതായിരുന്നു. എന്ത് വില കൊടുത്തും അദ്ദേഹത്തെയും കുടുംബത്തെയും കൊലപ്പെടുത്താൻ ഭീകരർ തീരുമാനിച്ചു. ഇതോടെ സ്വന്തം നാട്ടിൽ നിന്നും ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക സംരക്ഷണത്തിൽ സ്വന്തം രാജ്യത്ത് ഒരു അഭയാർത്ഥിയെ പോലെ അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. പുറത്തിറങ്ങാനോ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനോ കഴിയാത്ത ഒരു തടവറയിൽ എന്ന പോലെയായി അദ്ദേഹത്തിന്റെ ജീവിതം. എന്നിട്ടും തന്റെ രാജ്യത്തിന് വേണ്ടി, തന്റെ ജനതയ്ക്ക് വേണ്ടി ചെയ്ത ആ വലിയ കാര്യത്തിൽ അദ്ദേഹം ഒരു നിമിഷം പോലും ഖേദിച്ചില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആ ധീരനായ പോരാളി താഹിർ ഫസൽ ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യമോ അസുഖങ്ങളോ ആയിരിക്കാം അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. പക്ഷേ അദ്ദേഹം കാട്ടിയ ആ ചങ്കൂറ്റം ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന് നൽകിയ യാത്രയയപ്പിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു റെജിമെന്റ് ഉണ്ടായിരുന്നില്ലായിരിക്കാം, ഒഫീഷ്യലായ ഒരു സൈനിക പദവി ഉണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ധീരതയ്ക്കുള്ള ഇന്ത്യയുടെ പല പരമോന്നത ബഹുമതികൾക്കും അർഹനായ ഒരു സാധാരണക്കാരൻ. കാശ്മീരിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് അവിടുത്തെ തീവ്രവാദ വാർത്തകൾ മാത്രമാണ്. എന്നാൽ താഹിർ ഫസലിനെ പോലെ സ്വന്തം ജീവൻ പണയം വെച്ച് ഇന്ത്യക്ക് വേണ്ടി പൊരുതുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ കാശ്മീരികൾ അവിടെയുണ്ട് എന്ന സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. സ്വന്തമായ ഒരു സൈനിക യൂണിഫോം ഇല്ലാതിരുന്നിട്ടും രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ കുരുതി കൊടുത്ത താഹിർ ഫസലിന്റെ ധീരതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതുപോലുള്ള യഥാർത്ഥ രാജ്യസ്നേഹികളെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആവേശകരമായ യഥാർത്ഥ ചരിത്ര കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Stay tuned with us.